എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കെ സുരേന്ദ്രൻ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ താങ്കൾ ഈ പോലീസ് സ്റ്റേഷനിലെ കാര്യം പറയുന്നത്. താങ്കൾ അത് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കണം. ഈ പ്രേമേന്ദ്രന്റെ രാഷ്ട്രീയം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഇതൊക്കെ ആരോപിച്ച ശേഷം അദ്ദേഹം ഇപ്പൊ ലോക്സഭയിൽ ഇരിക്കുകയല്ലേ? പിന്നല്ലാതെ. ലോക്സഭ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിക്കുന്നത് സംബന്ധിച്ച് നമുക്കറിയാലോ എന്താണ് രാഷ്ട്രീയ സാഹചര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് BJP മാറ്റണം. BJP മാറ്റാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ CPIM-ന്റെ ഞങ്ങളുടെ ഇന്ത്യയിലെ വീക്ക്നെസിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നവർ തിരിച്ചറിഞ്ഞു. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അതിന്റെ ഭാഗമായി അവർ കോൺഗ്രസിന് പരമാവധി സീറ്റ് കിട്ടട്ടെ, കോൺഗ്രസ് ആണെങ്കിൽ പ്രചരിപ്പിച്ചു സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയില്ലെങ്കിൽ BJP ഹോസ്റ്റ് ട്രേഡിംഗിലൂടെ അത് ഗവൺമെന്റ് ഉണ്ടാക്കും എന്ന രീതിയിൽ പ്രചരണം വന്നപ്പോൾ കേരളത്തിലെ മതേതരവാദികളും മതന്യൂനപക്ഷങ്ങളും കൂട്ടത്തോടെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അതൊരു ഞാൻ കണ്ട ദൃശ്യമാണല്ലോ. നാവിന്റെ ഇടയിൽ തിരുകുന്ന ദൃശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. അത് നിങ്ങളുടെ കൈവശവും നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടാകും. അതല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഞാൻ വിഡ്രോ ചെയ്യാൻ ഘട്ടത്തിൽ അതറിയണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇനി ഇതിനകത്ത് പ്രേമേന്ദ്രൻ പറഞ്ഞ ഭാഗം ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. പ്രേമേന്ദ്ര ചന്ദ്രന്റെ നിന്നും ഞങ്ങൾക്ക് രാഷ്ട്രീയം പഠിക്കേണ്ട കാര്യം. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. BJP-യുടെ വക്താവായി പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. BJP ആരാണ് വക്താവ്, ആരാണ് കോൺഗ്രസ് വക്താവ് ആരാണ് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം, അനിൽ അംബാനി ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. നിങ്ങൾ അദാനിമാർ ഒതുങ്ങുകയാണ് ഇന്ത്യയെ. അതിനൊന്നും എതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ ഇവിടെ സാധിക്കുന്നു. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങി. രാഷ്ട്രീയ മര്യാദയില്ല. താങ്കൾ കേൾക്കാത്തോണ്ടാണെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ്. ദയവായി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളത് കൂടി ചർച്ചയുടെ ഭാഗമല്ലേ? ഒരു ആറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതെന്താ ചർച്ച ചെയ്യാത്തത്? അത് ചർച്ചയുടെ ഞങ്ങൾക്ക് ആഗ്രഹം. ചർച്ചയിൽ ഇങ്ങനെ ചില മര്യാദകൾ കൂടി വേണ്ടേ ശ്രീ ഷംസീർ? ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി ശ്രീ ഷംസീർ, താങ്കൾ കേൾക്കാത്തോണ്ടാണ് ഞാൻ ആവർത്തിക്കുകയാണ്. ഈ ചർച്ച ഇങ്ങനെയാകണമെന്നൊക്കെ താങ്കൾക്ക് കൃത്യമായ നിലപാടുണ്ട്. അവിടെ ഇങ്ങനെ കൂടി വേണ്ടേ? ചില മര്യാദകൾ കൂടി വേണ്ടേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളെ വികലമാക്കി മാറ്റുക എന്ന CPM-ന്റെ തന്ത്രം ഇന്നത്തെ ചർച്ചയിലും ഏതാണ്ട് ഫലം കണ്ടിരിക്കുന്നു. എന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച്, ഏതെല്ലാം വ്യക്തികളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങളാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞതിനെ മറുപടി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഷംസീറുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഷംസീർ RSPയുടെ സംസ്ഥാന ഘടകമെടുത്ത ഐകകണ്ഠേനയെടുത്ത പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. അന്തസ്സോടുകൂടി തന്നെയാണ് കോൺഗ്രസുമായി ചേർന്നുള്ള രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെട്ടു. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. നിങ്ങൾ ഇതുപോലെ തന്നെ, ഞാൻ തന്നെ ഷംസീറിനോടൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള മറുപടി ആവർത്തിക്കുകയാണ്. ഇന്ന് CPM-ന് നിങ്ങളുടെ കണക്കനുസരിച്ച് പാർലമെന്റിൽ മൊത്തം 5 ലോക്സഭാംഗങ്ങൾ. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ആ 5 ലോക്സഭാംഗങ്ങളിൽ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാംഗം ശ്രീ AM ആരിഫ് ഒഴികെ ബാക്കി 4 ലോക്സഭാംഗങ്ങൾ 2 CPM-ഉം 2 CPI-യും എന്നെ പോലെ കോൺഗ്രസും ലീഗുമായി ചേർന്നുള്ള രാഷ്ട്രീയ മുന്നണിയിൽ മത്സരിച്ച് ജയിച്ച് പാർലമെന്റിൽ വന്നതാണ്. നിങ്ങളാണ് രാഷ്ട്രീയ ആദർശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും നിങ്ങളുടെ പാർട്ടി പോളിറ്റ് ബ്യൂറോയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു, ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ അന്ന് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ പോലും അംഗീകരിക്കാതെ അവസാനം നിർബന്ധിതമായ നിലപാട് സ്വീകരിച്ച് പരസ്യമായ വോട്ടിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 2 പാരഗ്രാഫ് കൂട്ടിച്ചേർത്തപ്പോൾ പോലും നിങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യത്തെ സംബന്ധിച്ച് തീരുമാനിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു കേരളത്തിന് പുറത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും, പശ്ചിമ ബംഗാളിലും ആസാമിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലും നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഏർപ്പെടുന്നു. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അപ്പൊ CPM കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ ഏർപ്പെട്ട് മത്സരിച്ച് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയാൽ അത് ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക RSPയോ CPO കോൺഗ്രസുമായി ചേർന്നാൽ വലതുപക്ഷ ബൂർഷ്വാ പിന്തിരിപ്പൻ നയങ്ങളോടുള്ള അനുഭവം ഇതായിരുന്നു. നിങ്ങൾ CPIക്ക് നിങ്ങൾ പണ്ട് കൊടുത്തിരുന്ന പേര് വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നായിരുന്നു. അയ്യേ,
നിങ്ങളിപ്പോ പറയുന്നതനുസരിച്ചാണെങ്കിൽ 1970-കളിൽ എസ് എ ഡാംഗെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ സിദ്ധാന്തത്തെയാണ് ഇന്ന് CPM പോലും അംഗീകരിക്കുന്നത്. അവൻ പറഞ്ഞ നേരെ എങ്ങനെ നിങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധിതമായി കേരള ഘടകം ദുർബലമായി കള്ളക്കടത്ത് കേസിൽപ്പെട്ട്, ലഹരി മരുന്ന് കേസിൽപ്പെട്ട്, അഴിമതി ആരോപണങ്ങളുടെ കൂത്തൊഴുക്കിൽപ്പെട്ട് ദുർബലമായ സാഹചര്യത്തെ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി കേന്ദ്ര നേതൃത്വം ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തിയതുകൊണ്ട് ഇപ്പോ കോൺഗ്രസുമായി രാഷ്ട്രീയ ധാരണയിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അതല്ലേ രാഷ്ട്രീയ സാഹചര്യം. എന്നിട്ട് RSPയെ കുറ്റം പറയുന്നു, RSPയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് കുറ്റം പറയുന്നു. നിങ്ങൾക്കാകാം, നിങ്ങൾ ഇട്ടാൽ ബർമുദ, ബാക്കിയുള്ളവർ ഇട്ടാൽ വള്ളി നീക്കാം. കേരളത്തിന്റെ മന്ത്രിസഭാംഗം കൂടിയായിട്ടുള്ള ശ്രീമതി ചിഞ്ചു റാണി എറണാകുളത്ത് നടത്തിയ പ്രതികരണം എന്തായിരുന്നു? MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രതികരണം എന്തായിരുന്നു? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. പ്രതിഷേധ സമരം നടത്തുന്നു പറയുന്നത് അനാവശ്യമാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ പ്രശ്നത്തെ കാണുന്നത് എന്നും പരിഹാസത്തോടും പുച്ഛത്തോടും കൂടിയായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സമരം ചെയ്യുന്നവരെ കുറിച്ച് കഴിഞ്ഞ ദിവസം പരാമർശിച്ചത്. അപ്പൊ ഈ കാര്യത്തിൽ മാനേജ്മെന്റിനും ഗവൺമെന്റിനും ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലെന്നും ഇങ്ങനെ അപകടാവസ്ഥയിലാണ് എന്ന് അറിയാനുള്ള സാധ്യത വളരെ പരിമിതമാണെന്നും അതുകൊണ്ട് ആരുടെയും ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല എന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള കൊല്ലം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി തന്നെ പരസ്യമായി പൊതുയോഗത്തിൽ പ്രതികരിക്കുകയും അതിനുശേഷം ഈ കാര്യങ്ങളിലൊക്കെ ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സാധാരണ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അവിടെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുക, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഒരു വിഷയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും. ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതൊന്നും കേരളത്തിൽ പുതുമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ വർഗ ബഹുജന സംഘടനകളും. അവരാണിന്ന് പ്രതിഷേധ സമരങ്ങളെയും ജനകീയ പ്രതിഷേധങ്ങളെയും ഒക്കെ പരമപുച്ഛത്തോടുകൂടി അവഗണിക്കുകയും പരിഹാസ രൂപത്തിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോ അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന മന്ത്രി പറഞ്ഞത് എന്താണ്? അതിന് മുമ്പ് നടന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി പറഞ്ഞത് എന്താണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഓപ്പറേഷൻ മാറ്റിവെച്ചപ്പോ അത് സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ്, കോർഡിനേഷന്റെ അഭാവമാണ്. അപ്പൊ ആരാണ് ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത്? ആരാണ് ഈ കോർഡിനേഷൻ നടത്തേണ്ടത്? ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ക്യാബിനറ്റ് ഭരണ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂട്ടുത്തരവാദ ബോധത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടുത്തരവാദ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ല എന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സിസ്റ്റത്തിന്റെയും ഗവൺമെന്റിന്റെ ടോട്ടൽ ഫെയിലിയറാണ്. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.